സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന് പറഞ്ഞ ഒരു പടം വന്നിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലർ മോഡിലുള്ള ഒരു പടമാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ടാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരു നോർമൽ ടിപ്പിക്കൽ കാറ്റ് ആൻഡ് മൗസ് സെറ്റപ്പിലുള്ള സാധനമല്ല. ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ സീരിയൽ കില്ലർ മോഡിലുള്ള സിനിമയാണെങ്കിലും അതിന് നറേറ്റീവിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സീരിയൽ കില്ലർ, ആളുടെ മോട്ടീവ് എന്താണ്, ആൾ എന്തിനാണ് ചെയ്തത്, ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഈ സിനിമ മുഴുവൻ. പക്ഷേ ഇതിലങ്ങനെയല്ല. പല പല കേസസ് പല പല കേസസും ഇൻ്റർട്വിൻഡ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ പിടിച്ചിട്ടാണ് ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോവുക. സോ ആരാണ് ചെയ്തതെന്ന് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ആദ്യമേ ഇനീഷ്യലി റിവീൽ ചെയ്യും. എന്നിട്ട് എന്തിനാണ് ചെയ്തതെന്നുള്ള ആ ഒരു ഹൂ ഡൺ ഇറ്റ് മാറ്റിയിട്ട് ആ ഒരു വൈ ഡൺ ഇറ്റ് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൽ പിടിച്ചിട്ടാണ് ഈ സാധനം പോവുക. പിന്നെ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, പിന്നെ അടുത്ത സാധനം, അങ്ങനെ കേസ് ബൈ കേസ് ഇങ്ങനെ പോയി അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി എവിടെ കൊണ്ട് നിർത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമ ഇങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു പടമാണ്. എവിടെ നമുക്കൊരു ഡ്രോപ്പ് എവിടെ ഫീൽ ചെയ്യില്ല. കാരണം ഒരു പർട്ടിക്കുലർ കേസ് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് അല്ലെങ്കിൽ ഇതിലേക്കാണ് പോക്കെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ് വന്നിട്ട് അടുത്തേക്ക് മാറുക. സോ അത് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ആ ഒരു നറേറ്റീവ് സ്റ്റൈൽ എനിക്കിഷ്ടമായി. ഒരെണ്ണത്തിൽ മാത്രം സ്റ്റിക്ക് ചെയ്യാതെ മൾട്ടിപ്പിൾ കേസസ് അതിലെങ്ങനെ കണക്ഷൻ വരുത്താം, അതിൽ ഒരു ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ റിലേറ്റ് ചെയ്യാം, ആ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇൻ്റർട്വിൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സാധനം എഴുതിയിട്ടുള്ളത്. സോ ഒരു പ്ലോട്ടിലെ ട്വിസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കിഷ്ടമാണ്. പിന്നെ ഇതിൽ വേറൊന്ന്, ഇത് ഒരു കന്നഡ ലാംഗ്വേജിലുള്ളൊരു സിനിമയാണ്. ഇത് തമിഴ് ഡബ്ബുണ്ട്. ഞാൻ ആമസോൺ പ്രൈമിലാണ് കണ്ടത്, തമിഴ് ഡബ്ബിൽ. ഇതിൽ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിൽ വരുന്ന കുറേ സാധനങ്ങളൊക്കെ ഒരു ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സ്ഥിരം ക്ലീഷേഡ് ആയിട്ടുള്ള കുറേ സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആളുടെ ലവ് സ്റ്റോറിയോ അതൊക്കെ വെച്ചിട്ട് പടത്തിൻ്റെ ഒരു പകുതി മുക്കാലും കളയും. അതില്ല ഈ പടത്തിൽ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്ലീഷേഡ് സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുറേ ഒരു ആശ്വാസം ഉണ്ടെന്ന് പറയാം ആക്ച്വലി. ദെൻ അനാവശ്യമായിട്ടുള്ള സോങ്ങുകളോ അനാവശ്യമായിട്ടുള്ള ഡാൻസ് സീക്വൻസുകളോ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സാധനങ്ങളും സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ടു ദി പോയിന്റ് ആണ്. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിച്ചത് അത് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു കേസിലേക്ക് മാത്രമാണ്. സോ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പടമാണ്. ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉള്ളൊരു പടമൊന്നുമല്ല. ആൻഡ് ഭയങ്കര ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആയിട്ടാണ് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ നമ്മളെ ഫൈറ്റ് സീക്വൻസുകളായിക്കോട്ടെ, അനാവശ്യ ഫൈറ്റ് സീക്വൻസുകൾ പോലും ഇല്ല. എങ്ങനെയാണ് ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുക, അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി റീറ്റെയിൻ ചെയ്യുന്നൊരു പടമാണ്. ദെൻ ഡയറക്ടർ ദേവി പ്രസാദ് ഷെട്ടിയുടെ മൂന്നാമത്തെ പടം എന്നാണ് ഐ തിങ്ക്. ഇതിൻ്റെ തന്നെ പ്രീക്വലായ മറ്റേ സീതാറാം ബിനോയ്, അതായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഈ സിനിമയിൽ എവിടെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അത് കാണണം നിർബന്ധമൊന്നുമില്ല. അത് കാണാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. ഇതിൽ പക്ഷേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ ഈ ബ്ലഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു കല്ലുകളിയായിട്ട് ഫീൽ ചെയ്തത്. കാരണം ആ ബ്ലഡ് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു. ഈ സിനിമയിലാണെങ്കിൽ കുറേ ബ്ലഡ് കാണിക്കണം. ഈ ഒരു 57 ഇൻസിഷനും അല്ലെങ്കിൽ അത്രയും ഇഞ്ചുറി ഒക്കെ ഉണ്ടാക്കുന്നൊരു സെറ്റപ്പാണെന്നാണ്. സോ ബ്ലഡ് കുറേ വേണ്ടി വരുമായിരിക്കും. അതിൽ മാത്രം ബ്ലഡ് ഭയങ്കര ഇങ്ങനെ ഈ ചായം കലക്കി ഒഴിച്ച പഴയ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് മാത്രമാണ് എനിക്ക് ഒരു ഓടായിട്ട് നിന്നത് സിനിമയിൽ. കാരണം ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ആ ഒരു നാട്ടു പശ്ചാത്തലമൊക്കെ ആയിട്ട് ഭയങ്കര റൂട്ടഡായിട്ട് ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ കാണിച്ച സമയത്ത് ഇത് മാത്രം കുറച്ചൊന്ന് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രം എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. ആക്ച്വലി അതൊന്നും വലിയൊരു കാര്യമില്ല, ഞാൻ ശ്രദ്ധപ്പെട്ടെന്ന് മാത്രം പറഞ്ഞു. സോ ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു ഫാസ്റ്റ് പേസിലുള്ള സാധനമല്ല, ഒരു സ്ലോ ബേണറാണ്. പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നു. ഈ ഒരു കേസസ് ഇൻ്റർട്വിൻഡ് ആയിട്ടുള്ളൊരു പടം കണ്ടു നോക്കുക. ആമസോൺ പ്രൈം വീഡിയോയിലുണ്ട്. ആൻഡ് പ്രൈം വീഡിയോയിൽ മറ്റേ ഇതിന് അവരുടെ ട്രെൻഡിങ് ലിസ്റ്റ് ഉണ്ട്. ഒരു ടോപ്പ് 3 എന്തെങ്കിലും പടം കിടക്കുന്നുണ്ട് ബോയ്സിൻ്റെ ഒക്കെ മുമ്പേ. സോ അതിനൊക്കെ ബീറ്റ് ചെയ്ത് തോന്നുന്നു. ആൻഡ് കന്നഡ ലാംഗ്വേജിലാണ് പടം. പക്ഷേ തമിഴ് ഡബ്ബ് ആമസോൺ പ്രൈം വീഡിയോയിലാണ് ഞാൻ കണ്ടത്. തമിഴ് ഡബ്ബാണ്, നല്ല ഡബ്ബുമായിരുന്നു. അപ്പോൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും.